അഭിയന്ത്യ പിതാവേ, ഏറെയാദരണീയനായ ഓണറബിൾ ജസ്റ്റിസ് ജെ.ബി. കോശി സാർ, വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സമുദായ സ്നേഹികളെ, വളരെ ശ്രദ്ധേയമായ, പ്രസക്തമായ, പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുമായിരുന്നു, ഒരു പ്രത്യേകതരം കോമ്പിനേഷനിലുള്ള മനോഹരമായ ഒരു ഉദ്ഘാടന സമ്മേളനമായിരുന്നു ഇത്. ഒരുപക്ഷെ നമ്മളൊക്കെ ധാരാളം മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള ഒരു പേരാണ് ജെ.ബി. കോശി കമ്മീഷൻ. ആ കമ്മീഷൻ്റെ നട്ടെല്ലായ ഓണറബിൾ ജസ്റ്റിസിനെ നേരിട്ട് കാണുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഉള്ളിലെ വലിയൊരു സ്വപ്നമാണ് ഈ സമ്മേളനത്തിന് വരുമ്പോൾ എന്നെനിക്കറിയാം. അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയോടെ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നത്. ആ സമയത്താണ് അഭിയന്ത്യ പിതാവ് ഒരു സാമുദായിക നേതാവിൻ്റെ വീറോടും ശക്തിയോടും കൂടെ നമ്മുടെ സാമുദായിക കൂട്ടായ്മയുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം ധീരമായി ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നടത്തിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട ഓണറബിൾ ജസ്റ്റിസ് അഭിയന്ത്യ പിതാവ് നടത്തേണ്ടതുപോലത്തെ മനോഹരമായൊരു സുവിശേഷാത്മക പ്രബോധനം നമുക്ക് നൽകിയത്. ഇത് കണ്ടിരുന്ന ഞാനിനി വിഷയാവതരണം നടത്താമല്ലോ എന്നാലോചിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ശരി, വിഷയം അവതരിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ AKCCയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ട്രീസ സെബാസ്റ്റ്യൻ വന്ന് അതങ്ങോട്ട് നടത്തിയത്. ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ ആകെയുള്ള മാർഗം നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് പറയലാണ്. പക്ഷെ ഞാനത് ചെയ്താൽ ജസ്റ്റിൻ സാറ് ശരിക്കും പെട്ടുപോകും. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ മാർഗരേഖ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സമുദായ ശാക്തീകരണ വർഷത്തിൻ്റെ വിഷയം, ഇതൊരു വലിയ വിഷയമാണ് എന്ന് പറയേണ്ട കടമ എനിക്കുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? സാധാരണഗതിയിൽ പരിശുദ്ധ സഭ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കാര്യത്തെ ആസ്പദമാക്കി ഒരു വർഷാചരണം പ്രഖ്യാപിക്കാറുണ്ട്. ചിലപ്പോൾ വിശ്വാസവർഷമായിട്ട് അങ്ങനെ പല വിധത്തിൽ വർഷങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ പുതിയൊരു വർഷം വന്നു, എന്നാൽ പുതിയൊരു വിഷയം പ്രഖ്യാപിച്ച് കളയാം എന്ന് കരുതി പ്രഖ്യാപിച്ച ഒരു വർഷമല്ല ഇത്. ഇതൊരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറ ഇളകുന്നത് കണ്ട് ഭയന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആകുലപ്പെടുന്ന ഒരു മെത്രാൻ സമിതി, പരിശുദ്ധ സഭയുടെ, സിറോ മലബാർ സഭയുടെ നേതൃത്വം അവസാന പടി എന്നതുപോലെ ഭയന്നും വിറച്ചും പ്രഖ്യാപിച്ച ഒരു വർഷാചരണമാണ് ഈ സാമുദായിക വർഷാചരണം. അതുകൊണ്ട് ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും അടിത്തറയുടെ വിഷയമാണ്. പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പരിചയമുള്ള രണ്ട് പദങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഒന്ന് സഭ എന്നതാണ്, രണ്ടാമത്തേത് സമുദായം എന്നതാണ്. ഏറെ ആവർത്തിക്കപ്പെടുന്ന, ഒരുപക്ഷെ അടുത്ത കാലം വരെ കേട്ടിട്ടില്ലാത്ത, ക്രൈസ്തവ സമൂഹം പരിചയിച്ചിട്ടില്ലാത്ത ഒരു പദമാണ് സമുദായം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളത് സഭയെന്നാണ്. സഭയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത കാലത്താണ് സമുദായം എന്ന പദം നമ്മൾ അധികമായി കേൾക്കാൻ തുടങ്ങിയത്. അതൊത്തിരി പേരിൽ ആശങ്കയുണർത്തി. നമ്മളൊരു സമുദായവാദിയാണോ? സാധാരണ നമ്മൾ SNDP തുടങ്ങിയുള്ള സമൂഹങ്ങളാണ് അവർ സമുദായം എന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. നമ്മൾ അതുപോലത്തെ ഒരു സംഘമല്ലോ ആണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപൂർവം സ്ഥലങ്ങളിൽ നിന്നെങ്കിലും സഭ എന്തിന് സമുദായത്തെക്കുറിച്ച് പറയണം എന്ന മറുചോദ്യങ്ങളും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, ഞാനും കേട്ടിട്ടുണ്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് തമ്മിലുള്ള ബന്ധം? യഥാർത്ഥത്തിൽ അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത് രണ്ടും രണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടല്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ സഭ അതൊരു യുണീക്കായിട്ടുള്ള റിയാലിറ്റിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പരിശുദ്ധ സഭ ഒരു മതമല്ല. പലപ്പോഴും നമ്മളിങ്ങനെ മറ്റു മതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് സഭയെ അവതരിപ്പിക്കാറുണ്ട്. ക്രിസ്തു മതം എന്നൊരു പേരൊക്കെ ആരൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അതിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു മതമല്ല, പകരം അതൊരു ജീവിതമാണ്. എങ്ങനെയുള്ള ജീവിതമാണ്? പരിശുദ്ധ സഭ എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു മതമല്ല എന്ന് തീർത്ഥങ്ങൾ ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാരണം, മതങ്ങളെന്ന് പറഞ്ഞാൽ ദൈവാന്വേഷണ മാർഗങ്ങളാണ്, ദൈവത്തെ തേടുന്ന ഒരു മാർഗം. അതെങ്ങനെയാണ് തേടുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു നേതാവ് ഉണ്ടാകും, ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും, ചിലപ്പോൾ ഒരു ആശയ സംഹിതയുണ്ടാകും, ധാർമ്മിക പ്രബോധനങ്ങളുണ്ടാകും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദൈവോന്മുഖമായി സഞ്ചരിക്കുന്ന, ദൈവത്തെ കണ്ടുമുട്ടാനും അനുഭവിക്കാനും ഒക്കെ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്ന, ആ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു ഒറ്റ ആളുകളെയാണ്, അതിൻ്റെ കൂട്ടായ്മയാണ് മതം എന്ന് വിളിക്കുന്നത്. എന്നാൽ പരിശുദ്ധ സഭ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്.
ഈ പശ്ചാത്തലത്തിലാണ് സഭയ്ക്ക് എങ്ങനെയാണ് സമുദായത്തെക്കുറിച്ച് പറയാൻ പറ്റുക എന്നത് നമ്മൾ ചിന്താവിഷയമാക്കുന്നത്. സമുദായം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ സഭ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അടിത്തറയാണ് സമുദായം. അഥവാ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദൈവം സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് സമുദായത്തിൻ്റെ മുകളിലാണ്. അഥവാ സമുദായത്തിൽ വേരുറപ്പിച്ച് അടിത്തറയിട്ടാണ് കർത്താവായ മിശിഹ ദൈവം ഈ സഭയെ സ്ഥാപിച്ചത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കണം. എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം? അതിൻ്റെ അടിസ്ഥാനം ഇസ്രായേലാണ്. പൊളിറ്റിക്കൽ ഇസ്രായേലിനെ കുറിച്ചല്ല പറയുന്നത്, സ്ക്രിപ്ചറൽ ബിബ്ലിക്കൽ ഇസ്രായേലാകുന്ന ദൈവജനത്തിൻ്റെ മുകളിലാണ് കർത്താവായ മിശിഹ തൻ്റെ സഭയെ സ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ പൂർത്തീകരണമാണ്, അഥവാ അതിൻ്റെ അടുത്ത ഘട്ടമാണ് സഭ. സമുദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണവും ഇന്നും നിലനിൽക്കുന്ന ഉദാഹരണവും ഇസ്രായേൽ തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, സമുദായം അതിനെ പരിഭാഷപ്പെടുത്താവുന്നത് കമ്മ്യൂണിറ്റി എന്നാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് ഈ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും സമുദായങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഏതാണ്ട് BC 800 അതായത് തോമസ് ലീഹ ഭാരതത്തിൽ ഭാരത പ്രവേശനത്തിന് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ യഹൂദരുണ്ടായിരുന്നു നമുക്കറിയാം. അവരുടെ ഇടയ്ക്കേക്കാണ് തോമസ് ലീഹ വന്നത്. അവരോടാണ് ആദ്യം തോമസ് ലീഹ സുവിശേഷം പ്രഘോഷിക്കുകയൊക്കെ ചെയ്തത്. എന്ന് വെച്ചാൽ ആ കാലഘട്ടം മുതൽ, സിൽക്ക് റൂട്ടൊക്കെ കണ്ടുപിടിക്കപ്പെട്ട ആ കാലഘട്ടം മുതൽ ഇവിടെ യഹൂദരുണ്ട്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞെന്ന് ആലോചിച്ച് നോക്കുക, തലമുറകൾ എത്ര കഴിഞ്ഞു പോയി എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രവാസികളാകുന്ന കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരാൾ, ഒരു ഫാമിലി ഉദാഹരണത്തിന് UK ഓസ്ട്രേലിയയിലേക്കോ മൈഗ്രേറ്റ് ചെയ്തു എന്ന് കരുതുക. ഒരു ഫാമിലി അങ്ങോട്ട് പോയി, ഒരു യങ് ഫാമിലി അങ്ങ് പോയി. അവിടെ അവർക്ക് കൊച്ചുണ്ടായി. ആ കുഞ്ഞ് കുറച്ച് വളർന്നു. ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പം ഈ കുഞ്ഞിനെയും ഒക്കെ കൂട്ടിയിട്ട് ഈ അപ്പനും അമ്മയും നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന് വിചാരിക്കുക. കുറച്ച് വർഷങ്ങളായിട്ടുള്ള അവർ അവിടേക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നും. കാരണം ഈ നാട്ടിലേ അല്ലാത്തതുപോലെ ചിലപ്പോൾ അവർ പെരുമാറുന്നത് നമ്മൾ കാണും. പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മകളുടെ കുഞ്ഞൊക്കെ ഉണ്ടായപ്പോൾ നോക്കാനായിട്ട് പോയ ഒരപ്പാപ്പൻ UK പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പഴയ ചായക്കടയിൽ പോയിരുന്നപ്പം ആ 2 യെല്ലോ ബോൾസ് 2 എടുക്കൂ, നമ്മുടെ സുഖിയൻ എന്ന് പറഞ്ഞ ഒരു ഉരുണ്ട സാധനമില്ല, അതിങ്ങൾ 2 എടുക്കൂ എന്ന് പറഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രമാത്രം വൈദേശികമായി തീർന്നിട്ട് ഇവർ വരുന്നത്. ഈ കൊച്ചു നാട്ടിലേക്ക് വന്നാൽ ഒരാഴ്ച പിടിച്ചു നിന്നിട്ട് പിന്നെ ഈ കൊച്ചെന്തായിരിക്കും പറയാൻ പോകുന്നത്? മമ്മി ലെറ്റ്സ് ഗോ ബാക്ക്, നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോകാം, ഇവിടെ അവിടെ കോക്രോച്ച് ഒക്കെ ഉണ്ട്, ആകെ പ്രശ്നമാണ്, നമുക്ക് നാട്ടിലോട്ട് പോകാം എന്ന് ഈ കൊച്ചു പറയും അല്ലേ. ജസ്റ്റ് ഒരു തലമുറ കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നോ അവിടുത്തേതായി നമ്മളങ്ങ് മാറും. പിന്നെ പഴയതൊക്കെ നമുക്ക് ഇച്ചിരി പുച്ഛമാണ്, അത്ര പോരാത്തതാണ്, പോകേണ്ട കാര്യമൊന്നും, ഒരു ഗതികേട് വന്നാൽ പോകാമെന്നല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ജീവിക്കാം, കുറച്ചുകൂടെ എലഗന്റ് സാഹചര്യങ്ങളുണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നിങ്ങൾ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു കാണും, ഈ BC 8ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന യഹൂദര് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും എത്രമാത്രം തലമുറകൾ കടന്നുപോയി. ഈ അടുത്ത ഇടയ്ക്ക് നെതന്യാഹു ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഡയസ്പൊര ജ്യൂസിന് ചിതറിപ്പറക്കുന്ന യഹൂദർക്ക് മടങ്ങി വരാനുള്ള രാഷ്ട്രീയ സംവിധാനം ഒരുക്കി കൊടുത്തു. എന്ന് വെച്ചാൽ ലോകത്തിലെമ്പാടുമുള്ള ഇങ്ങനെ പലായനം ചെയ്യപ്പെട്ട, പ്രത്യേക സാഹചര്യത്തിൽ പലായനം ചെയ്യപ്പെട്ട യഹൂദർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം എന്നവർ രാജ്യം തുറന്നു കൊടുത്തു. എന്തുണ്ടായെന്നറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മലയാളികളെക്കാളും വലിയ മലയാളികളായി മാറിയിരുന്ന ഈ യഹൂദരും ഉൾപ്പെടെ അവർക്ക് കിട്ടാവുന്നതെല്ലാം വാരിപ്പെറുക്കി കിട്ടിയ വിലയ്ക്കെല്ലാം വിറ്റൊഴിവാക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് പോവുകയാണ്, ഗോയിങ് ബാക്ക് ടു അവർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അവരിവിടെ നാട് വിട്ടുപോയി. ഒറ്റ യഹൂദനാണ് ഇപ്പോൾ അവിടെ മട്ടാഞ്ചേരിയിലുള്ള ഒരാൾ, ചുമ്മാ വെറുതെ അവിടെ നോക്കാനൊക്കെ ആയിട്ട് മനുഷ്യനവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദൈവം അവരെ കമ്മ്യൂണിറ്റി ആക്കി. ഇതെങ്ങനെ ഇവർക്ക് സംഭവിച്ചു? ഇവരെങ്ങനെ ഇങ്ങനെയായി മാറിയത്? ഇവരെങ്ങനെ ഇങ്ങനെയായി മാറിയെന്ന് ചോദിച്ചാൽ അതിന് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ മതി. പുറപ്പാട് സംഭവമാണ് അതിൻ്റെ അടിസ്ഥാനം. പുറപ്പാട് കാലഘട്ടം 40 സംവത്സരങ്ങൾ ദൈവത്തിന് വഴി അറിയാൻ മേലാത്തത് കൊണ്ടല്ല, ആ ജനത്തെ അവിടെ വഴി തെറ്റിച്ചെന്നതുപോലെ അങ്ങും ഇങ്ങും നടത്തി. 40 സംവത്സരങ്ങൾ ആ ജനം അതിലൂടെ നടന്നു. എന്തിനാണ് അവരെ നടത്തിയെന്നറിയാമോ? നമ്മൾ വിചാരിക്കും എന്തൊരു അതിക്രമമാണ് ദൈവം അവരോട് കാണിച്ചു. കാരണം ഈ യാത്ര അത്ര എളുപ്പമുള്ള യാത്രയൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോകുന്ന വഴിക്ക് രോഗം വന്നാൽ കിടക്കാൻ ആശുപത്രിയില്ല അല്ലേ? ഒരാൾ പ്രസവിക്കേണ്ട സമയമായാൽ സമൂഹം മുഴുവൻ വെയിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. എങ്ങനെ അവരതിനെ മാനേജ് ചെയ്യും? ഒരാൾക്ക് വാർദ്ധക്യം ബാധിച്ചു, എങ്ങനെയത് കൊണ്ട്? 1-2 കാലമല്ല, 40 വർഷങ്ങൾ. അതായത് പുറപ്പാട് ആരംഭിക്കുമ്പോൾ ജനിച്ച ഒരു കൊച്ച് അവിടെ എത്തുകയാണെങ്കിൽ 40 വർഷമാകും. ഇവിടെ ഇരിക്കുന്ന 40 വയസ്സായവരെന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കണ്ട കാലം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായിരിക്കും സ്ഥിതി?
അങ്ങനെ അവരെ നടത്തി ദൈവം അവരെ ശിക്ഷിക്കുകയായിരുന്നുവെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അവരതിനെക്കുറിച്ച് പറയുന്നത് മറ്റൊന്നാണ്. ദൈവം ഞങ്ങൾക്ക് മേഘസ്തംഭമായിട്ടുണ്ടായിരുന്നു, അഗ്നിത്തൂണായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മഞ്ഞിൽ എന്നതുപോലെ ജീവിച്ചപ്പോൾ ദൈവം വെയിൽ കൊണ്ടു എന്നൊക്കെ അവർ പറയും. ദൈവം അവർക്ക് 2 കാര്യങ്ങളാണ് കൊടുത്തത് കമ്മ്യൂണിറ്റി ആക്കാൻ വേണ്ടി. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത് ദൈവ സാന്നിധ്യ അവബോധമാണ്. ഞങ്ങൾ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലുള്ള സമൂഹമാണെന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് കൊടുത്തത്. അവര് ഈ നാളെയോ തൊട്ടടുത്ത സമയത്തെ ഭക്ഷണം ഒരുറപ്പുമില്ലാതിരിക്കെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അവര് വെയിലത്ത് പൊരിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തണൽ അവർ കൊണ്ടു. അവരുടെ കൂടെ നടക്കുന്ന ദൈവത്തെ അവർ അനുഭവിച്ചു. അങ്ങനെ അവരൊരു ഉടമ്പടി ജനതയായി മാറി. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ കരത്തിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സമൂഹമായി മാറിയത് കൊണ്ടാണ് അവർ ഒരിക്കലും തകർന്നു പോകാത്ത കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയത്. അല്ലാണ്ട് അവരുടെ പൊളിറ്റിക്കൽ കൂട്ടായ്മ ആയിരുന്നില്ല അത്. പകരം ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ദൈവം അനുവദിച്ചതുപോലെ കൂടിച്ചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു വളരെ ബഹുമാനപ്പെട്ട ഓണറബിൾ ജസ്റ്റിസ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്, പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചത്. ഒരു കമ്മ്യൂണിറ്റിയോട് കമ്മ്യൂണിറ്റി സ്പിരിറ്റിനെ കുറിച്ച് പറയാൻ, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ കമ്മ്യൂണിറ്റിയോട് പറയാൻ ഇതിൽ പരം മെച്ചപ്പെട്ട വാക്കുകളില്ല എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം. ഇനി അങ്ങനെ അവര് ആധ്യാത്മിക അടിത്തറയുള്ള കമ്മ്യൂണിറ്റിയായി മാറി. കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനം ഈ ആധ്യാത്മിക ഉറപ്പാണ്, ആരാധനക്രമത്തിന്റെ ഉറപ്പാണ്, വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണെന്നാണ് ഈ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കുറച്ചുകൂടെ രസകരമായ ഒരു കാര്യമാണ്. ദൈവം അവരെ ശരിക്കും കഷ്ടപ്പെടുത്തി എന്നല്ല പറയാവുന്നത്, അവർക്ക് ശിക്ഷണം നൽകി അവരെ അനുസരിക്കാൻ പഠിപ്പിച്ചു, ഗതിയില്ലാതെ കൂടെ നടക്കാൻ പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ. നമ്മളൊക്കെ ഇടവകയിൽ ഒരു പൊതുയോഗം നടക്കുമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്നൊരു കൊള്ളാവുന്ന അഭിപ്രായം അങ്ങ് പറഞ്ഞു. ബാക്കി ഇടവക്കാരെല്ലാം കൂടെ പറഞ്ഞു, ചേട്ടൻ എന്നെ പറയും നടപ്പുള്ള കാര്യം വല്ലതും ആണോ, ചേട്ടൻ തൽക്കാലം അവിടെ അത് നടക്കൊന്നുമില്ല എന്ന് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ആകെ പ്രതീക്ഷയോടെ വികാരിയച്ഛൻ്റെ മുഖത്തേക്ക് പോയി. ഇനിയിപ്പോൾ അച്ഛൻ എന്താണ് പറയുക, അല്ലെ അച്ഛനെങ്കിലും ഉറപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ച് നിൽക്കാം. ഉടനെ അച്ഛൻ പറഞ്ഞു, ചേട്ടാ എല്ലാവരുടെയും അഭിപ്രായം ഇതൊക്കെയല്ലേ, ചേട്ടൻ പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ അത്ര എളുപ്പമല്ല, ഇരിക്കുക എന്ന് ആ അച്ഛൻ അങ്ങ് പറഞ്ഞെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടൻ എന്ത് ചെയ്യും? അത് ശരി, നമ്മുടെ അഭിപ്രായത്തിൻ്റെ ഒരു വിലയില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ പിന്നെ എന്തിനു നിൽക്കണം, നിങ്ങളായി നിങ്ങളുടെ പാടായി അച്ഛനെ ഇടാക്കോട്ടേക്ക് അങ്ങ് നടത്തി, ഞാനില്ലേ പണിക്ക് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഇറങ്ങിപ്പോവാം. വല്ലതും പറ്റുമോ? പെട്ടെന്നൊന്നും പറ്റിയല്ല, അദ്ദേഹത്തിന് അങ്ങ് പോകാം. പക്ഷെ ഈ മരുഭൂമിയിൽ നടക്കുന്ന വഴിക്ക് എന്നാൽ മോശ അഹ്റോനും കൂട്ടാളി അങ്ങ് നടക്ക്, ഞാനില്ല ഈ പണിക്കെന്ന് പറഞ്ഞ് അവനെ ഇറങ്ങിപ്പോയാലോ അന്ന് രാത്രി അവൻ മരിക്കും. കാരണം കൂട്ടായ്മയിലല്ലാതെ നിലനിൽക്കാൻ കഴിയില്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേരാണ് മരുഭൂമി. കൂട്ടായ്മയിൽ സഞ്ചരിച്ചാൽ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ധാരാളം അപകടങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ. അവിടെ ഒറ്റപ്പെട്ടു പോകുന്നിടത്തോളം വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പല്ല് കടിച്ചിട്ടായാലും മുഖം കറുപ്പിച്ചിട്ടായാലും എന്നും പറഞ്ഞിട്ട് മിണ്ടാണ്ട് കൂടെ നടക്കും. ദൈവം അങ്ങനെ നടത്തി. നേതൃത്വത്തെ അനുസരിക്കാനും കൂട്ടായ്മയിൽ നിലനിൽക്കാനും നിന്റെ സ്വന്തം കാര്യത്തിനേക്കാളും വലുതായി സമൂഹത്തിന്റെ കാര്യം അതിന് വില കൊടുക്കണമെന്നും അവനെ പഠിപ്പിച്ചു. ആ 2 കാര്യങ്ങൾ, ആധ്യാത്മിക അടിത്തറയുടെയും സാമൂഹിക അവബോധത്തിന്റെയും, നേതൃത്വത്തെ മാനിക്കാനും കൂട്ടായ്മയിലല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന ഒരു നാഷണൽ ഫീലിംഗ്, അതായത് ഒരു ദേശീയ ബോധത്തിന്റെയും മേലാണ് ദൈവം ഒരു കമ്മ്യൂണിറ്റിയെ പണിതത്. അങ്ങനെ പണിയപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് ഇത്രയും കുഞ്ഞൊരു സ്ഥലത്ത് അതിജീവിച്ചിട്ടും അവരെ ആർക്കും തൊടാൻ കഴിയാത്തതുപോലെ നിൽക്കുന്നത്. ഇന്ന് കമ്മ്യൂണിറ്റി ശാക്തീകരണ വർഷമൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സമയത്ത് നമ്മൾ അത്ഭുതത്തോടെ ഒരു പാഠപുസ്തകം എന്ന പോലെ അവരെ നോക്കണം, അവരെ ദൈവം എങ്ങനെ വളർത്തിയെന്ന് നോക്കണം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത് ആദ്യത്തെ ഘട്ടം മാത്രമായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത് സമുദായത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയാമോ? ഈ സമുദായത്തെ ദൈവം എടുത്തിട്ട് സഭയാക്കി ഉയർത്തി. എന്താണ് സഭ? തിരുസഭ എന്താണ്? തിരുസഭ എന്താണെന്ന് ചോദിച്ചാൽ അത് വെറുതെ ഒരു കൂട്ടം ആളുകളല്ല. പെട്ടെന്ന് നമുക്ക് പറയാൻ തോന്നുന്നത് അഭിഹിത പിതാക്കന്മാരുണ്ട്, അവർ നയിക്കുന്ന ഒരു നേതൃത്വമുണ്ട്, ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, പാവപ്പെട്ട അൽമായരൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് ഈ സഭ എന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. സഭ എന്താണെന്ന് ചോദിച്ചാൽ പണ്ടുകാലത്തൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചു വെച്ചിരുന്നത് വിശ്വാസികളുടെ കൂട്ടമെന്നാണ്. വെറുതെ വിശ്വാസികളുടെ ഒരു കൂട്ടം അല്ല സഭ. വിശ്വാസികൾ ഒരുമിച്ച് കൂടിയെന്ന് കരുതി സഭയാകാൻ പോകുന്നില്ല. കുറച്ചുകൂടെ കടന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് എന്താണെന്നറിയാമോ? സഭ ദൈവജനമാണ് എന്നാണ്. ദൈവജനമാണ്, ജനമല്ലേ? തീർച്ചയായിട്ടും ജനമാണ്, ജനം അതിനകത്തുണ്ട്. പക്ഷേ അതിന് നിയതാർത്ഥത്തിൽ ദൈവജനം എന്ന് വിളിക്കപ്പെടുന്നത് സഭയെയല്ല, പകരം പഴയ നിയമ ഇസ്രായേലിനെയാണ്. ദൈവം അവരെയാണ് ഒരു ജനമാക്കിയത്, ഒരു കമ്മ്യൂണിറ്റി ആക്കിയത്.
എന്നിട്ട് ദൈവം രണ്ടാമത് എന്താ ചെയ്യുന്നറിയാമോ? അവിടുന്ന് സ്ഥാപിക്കുന്ന പരിശുദ്ധ സഭ എന്താണ് യഥാർത്ഥത്തിൽ? വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, അതൊരു ശരീരമാണ്. എന്ത് ശരീരം? മിശിഹായുടെ ശരീരം, ഉദ്ധിതനായ മിശിഹായുടെ ശരീരം, മഹത്വീകൃതനായ മിശിഹായിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ട അവയവങ്ങളുടെ ശരീരം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, നിങ്ങൾ മിശിഹായുടെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. വി ആർ ദ പാർട്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. മിശിഹായുടെ ശരീരമാണത്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് വെറുതെ ഒരു കമ്മ്യൂണിറ്റി പോലെയല്ല. എന്ന് വെച്ചാൽ ഒരു മതത്തിനകത്ത് ആളുകൾ തമ്മിൽ ബന്ധമുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആളുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു കുടുംബത്തിനകത്ത് ആളുകൾ തമ്മിൽ ബന്ധമുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ ബന്ധം നമ്മുടെ ശരീരത്തിന് പുറത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിൻ്റെ കൈ മുറിഞ്ഞു, അപ്പന് വേദന എടുക്കുമോ? അവന് സങ്കടം വരുമായിരിക്കും, വേദനയൊന്നും എടുക്കുകയില്ല, കാരണം രണ്ട് ശരീരമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ദൈവജനമാണ്, ദൈവമാണ് നയിക്കുന്നത്. പക്ഷേ അവർ ഇൻഡിപെൻഡന്റ് പേഴ്സൺസ് ആണ്. അങ്ങനെ വ്യക്തികളായിരിക്കുന്ന ആളുകളെ അവരുടെ ബേസിക് കൂട്ടായ്മയെ എടുത്തിട്ട് കർത്താവായ ദൈവം അടുത്ത പടിയിലേക്ക് പോവുകയാണ്. അവിടെ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ അവരെ ഒട്ടിച്ചു ചേർത്ത് ഒരു കൂട്ടായ്മയാക്കി മാറ്റി. ഈശോ അരുൾ ചെയ്തു, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിൻ്റെ ശാഖകളാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഇതിനെയാണ് പരിശുദ്ധ സഭയെന്ന് വിളിക്കുന്നത്. തിരുസഭ ഒരു മതമൊന്നുമല്ല, പകരം പരസ്പരം അധിവസിക്കുന്ന, നാം മിശിഹായിൽ അധിവസിക്കുകയും മിശിഹ നമ്മിൽ അധിവസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, സമുദായം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ മുകളിലാണ് കർത്താവായ ദൈവം സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അടിത്തറ പൊളിച്ചാൽ മുകളിലുള്ളതിന് ഷേക്കുണ്ടാവും. സമുദായ ബോധമില്ലെങ്കിൽ സഭാത്മക ബോധം നഷ്ടപ്പെട്ടു പോകും. ഇനി വെറും സമുദായ ബോധം മാത്രമേ ഉള്ളെങ്കിലോ അത് അർത്ഥശൂന്യമായിരിക്കും. വെറുതെ ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന, സമരം ചെയ്യുന്ന, ബഹളം വയ്ക്കുന്ന ഒരു വെറും സമൂഹമായിട്ട് നമ്മൾ മാറും. നമ്മളെ വ്യതിരിക്തരാക്കുന്നത് ഈ ദൈവം സ്ഥാപിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ മുകളിൽ നിലനിൽക്കുന്ന സഭയാണ് എന്നുള്ളതാണ്. എന്താണ് ഈ സഭയുടെ അടിസ്ഥാനം? അതിൻ്റെ തനതായ വിശ്വാസ പാരമ്പര്യമുണ്ട്. തോമാസ് ശ്ലീഹായിൽ നിന്ന് സ്വീകരിച്ച പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള ഒരു വിശ്വാസ പാരമ്പര്യമുണ്ട്. ഇനി അതിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പാരമ്പര്യമുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യമുണ്ട്, സംസ്കാരത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുണ്ട്, തനതായ ഭാഷാ പാരമ്പര്യമുണ്ട്. ഭാഷാ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സുറിയാനി പാരമ്പര്യത്തെയായിരിക്കും. നമ്മളിങ്ങനെ കേൾക്കാറുള്ളത് അങ്ങനെയാണ്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മളൊരു സുറിയാനി സഭയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി നമ്മൾ മാറി. ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ സുറിയാനി എന്നുള്ള വാക്ക് കേൾക്കുന്നത് തന്നെ ചിലപ്പോഴെങ്കിലുമൊക്കെ അരോചകമായിട്ട് നമുക്കൊക്കെ അനുഭവപ്പെടുക പോലും ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അപരിചിതത്വം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രീ മാരേജ് കോഴ്സിൻ്റെ സമയത്ത് 42 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അവരോട് ചോദിച്ചു, സീറോ മലബാർ എന്നതിൻ്റെ സീറോ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരാൾ പോലും പറഞ്ഞില്ല. ഈ സീറോ പൂജ്യമല്ല എന്നറിയാവുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 3-4 പേര് കൈപ്പൊക്കി. പൂജ്യം അല്ലായിരിക്കും, വേറെ എന്തേലും ആയിരിക്കും. സീറോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം, അത് തോമാസ് ശ്ലീഹ വഴി നൽകപ്പെട്ട ഒരു പാരമ്പര്യം, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം. അതൊരു വെറും ഭാഷാധിഷ്ഠിതമല്ല, അതൊരു സംസ്കാരാധിഷ്ഠിതമാണ്. അത് ശൈഹിക സംസ്കാരത്തെ അധിഷ്ഠിതമാണ്. ഇതാണ് ഈ മലയാളക്കരയിലുള്ള മറ്റെല്ലാ ക്രൈസ്തവരിൽ നിന്നും ഈ സമൂഹത്തെ വ്യത്യസ്തമാക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും തന്നെ ഏതാണ്ട് സമാനമാണ്. നമ്മുടെ ഐഡന്റിറ്റിയുടെ കോർ ഈ പാരമ്പര്യമാണ്. അങ്ങനത്തെ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കുണ്ട്. സ്വന്തമായ വസ്ത്രം, ഭക്ഷണശീലങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാമുള്ള ഈ സമൂഹം ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട 4 പ്രതിസന്ധികളെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തേത് നമ്മുടെ വിദ്യാഭ്യാസപരമായ പ്രതിസന്ധിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടു, നമുക്കറിയാവുന്ന വിദ്യാഭ്യാസപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് അത്ര ചെറിയൊരു പ്രതിസന്ധിയല്ല. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിരുന്ന ആളുകൾ നസ്രാണികളായിരുന്നു. നമ്മൾ വിദ്യാസമ്പന്നരായിരുന്നു എന്ന് മാത്രമല്ല, ഈ നാടിനെ മൊത്തത്തിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് നമ്മളായിരുന്നു. നമ്മളെ പൂർവികരെ സ്ഥാപിച്ച വിദ്യാലയങ്ങളിലാണ് ജനം പഠിച്ചത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മുടെ സന്യസ്തരൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സ്ഥാപിച്ച സ്കൂളുകളിലാണ് ഭാരതം അടിസ്ഥാന വിദ്യാഭ്യാസം കണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമൂഹം, വിദ്യാഭ്യാസത്തിന്റെ അഗ്രഗണ്യരായിരുന്ന ഒരു സമൂഹം, കോട്ടയമായിരുന്നു ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ തലസ്ഥാനം കേരളത്തിന്റെ. കാരണം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന നസ്രാണികളുടെ ലോകമായിരുന്നത്. ഇന്നത് ഏതാണ് സ്ഥലം? ഇന്ന് വിദ്യാഭ്യാസ തലസ്ഥാനം മലപ്പുറമാണ്. അവിടെ ആരാണുള്ളതെന്ന് നമുക്കറിയാം, എങ്ങനെയാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്കറിയാം. നമ്മൾ ഓർക്കണം, നമ്മുടെ കുട്ടികളുടെ ശരാശരി വിദ്യാഭ്യാസം ഏതാണ്ട് ഒരു ഡിഗ്രിക്ക് താഴേക്ക് മാറി. 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവരും 12ൽ പഠിത്തം നിർത്തിയവരും ധാരാളമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. എന്നും മാത്രമല്ല, ഒരു വർഷത്തിൽ വിവാഹത്തിന് ഒരുങ്ങുന്ന ആളുകൾ, എനിക്ക് പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞതാ,
വിവാഹത്തിനൊരുങ്ങി വരുന്ന ആളുകൾ അവരാണല്ലോ അടുത്ത തലമുറയുടെ ഭാവി. ഇവരൊരു വർഷത്തിലെടുത്ത് ചോദിച്ചാൽ, ഒരു ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ചെയ്തവരോ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 5 അല്ലെങ്കിൽ 6 പേരെയാണ് ഒരു വർഷം പാലക്കാട് രൂപത കാണുന്നത്. രൂപത മാത്രമല്ല, അപ്പുറം തൃശ്ശൂരിൽ നിന്ന് താമരശ്ശേരി നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താലും 5 6 പേരാണ് ഒരു ഡോക്ടറേറ്റ്. ഇന്നൊരു ശരാശരി വിദ്യാഭ്യാസ യോഗ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വഴിക്കെങ്ങും ഇല്ലെന്ന് നമ്മൾ ഓർക്കണം. ഇനി അതിൻ്റെ തുടർന്നുള്ള കാര്യമാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. ഒരുപക്ഷെ വലിയ പരിധി വരെ വിദ്യാഭ്യാസത്തിൽ നിന്നാണല്ലോ സാമ്പത്തിക മെച്ചമൊക്കെ ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി പരമദയനീയമാണ്. കഴിഞ്ഞ പ്രാവശ്യം 42 പേരുണ്ടായിരുന്ന പ്രീമാരി കോഴ്സിൽ ഒരിക്കലെങ്കിലും ഒരു PSC എഴുതി നോക്കിയിട്ടുള്ളവർ എത്ര പേരെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ? 42 പേരിൽ 4 പേര്. ചുമ്മാ തമാശെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. രസകരമായ കാര്യം, അതിനകത്ത് 2 പേര് ഉദ്യോഗത്തിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 4 പേര് എഴുതി 2 പേർക്ക് കിട്ടി. പക്ഷെ 42 പേരിൽ 4 പേരെ എഴുതി നോക്കിയിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെറുതെ ഒരു തമാശക്കെങ്കിലും. ഇന്നിവിടെ തൊട്ടപ്പുറത്തെ ക്യാമ്പസിൽ PSC പരീക്ഷ നടക്കുക. നിങ്ങൾ മഷിയിട്ട് നോക്കിയോ, ഞാൻ എഴുതി തരാം, ഒരാൾ പോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എന്നിട്ടാണ് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നത്. അവകാശങ്ങൾക്ക് മുൻപ് അവകാശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന അർഹത നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച നമ്മളെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ട് നമ്മൾ അറിയണം. വിദ്യാഭ്യാസമില്ലാത്തൊരു തലമുറ കാണിച്ചു കൂട്ടുന്നതൊക്കെ വിഡ്ഢിതരങ്ങളായി മാറും. അവർക്ക് നട്ടലുണ്ടാവില്ല. പൊതുസമൂഹത്തിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ആളുകൾ ഉറക്കെ സംസാരിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തല താഴ്ത്തി മാറി നിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഭീകരാവസ്ഥ. മൂന്നാമത്തേത് സാമൂഹിക ശക്തിയുടെ കാര്യത്തിലാണ്. രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ ഭാഗത്തു നിന്നില്ല. സമൂഹത്തിൻ്റെ നേതൃസ്ഥാനം നിൽക്കുന്ന ആളുകളില്ലാതായി. സാമൂഹിക ശക്തി എന്ന് പറയുന്ന കാര്യം തന്നെ നഷ്ടപ്പെട്ട്. കുടിയേറ്റ ജനതകൾ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യം എന്നറിയാമോ? നമുക്കിവിടെ ഒരു പ്രത്യേകതര അഭിമാനബോധം ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ നാട്ടുകാരെന്തെന്നാണ് വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? അച്ചായന്മാരെന്നല്ലേ? അച്ചായന്മാർ, ചേട്ടന്മാരെന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊരു ഭയങ്കര ശ്രദ്ധേയമായൊരു വാക്കാണ്. എന്താ കാരണം എന്നറിയാമോ? അച്ചായൻ എന്ന് വിളിക്കുന്നത് നമ്മളെക്കാളും വലിയ ആളെയാണ്. നമ്മളൊരു കാലത്ത് ഇവിടേക്ക് കുടിയേറി വന്നവരാണ്. പലരുടെയും കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. നമ്മൾ വളരെ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും ഒക്കെ ഒരു വായൊക്കെ ആയിട്ട് കൊച്ചിനെയൊക്കെ ആയിട്ട് ഇങ്ങ് പോരുക ചെയ്തേ. ഇവിടെ വന്ന് കപ്പയിട്ട് കാട്ടുപന്നിയോട് മല്ലടിച്ചൊക്കെ നമ്മൾ വളർന്നു വന്നത്. അങ്ങനെ എവിടെ നിന്നോ വന്ന പരദേശികളായ നമ്മൾ ഈ നാട്ടിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ നേറ്റീവ്സ്, ഉദാഹരണത്തിന് കുറച്ച് ബംഗാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, നമ്മൾ അവരെ എങ്ങനെ കാണും? ഇച്ചിരി മാറ്റി നിർത്തും, മാറിയിക്കട്ടെ. പക്ഷെ ഇവർ കണ്ടത് എങ്ങനെയെന്നറിയാമോ? അവരെക്കാൾ വലിയവരായിട്ടാണ് ചേട്ടന്മാരെന്നാണ് വിളിച്ചത്, അച്ചായന്മാരെന്നാണ് വിളിച്ചത്. ആ തലമുറ കഴിഞ്ഞുപോയി. ഇന്ന് നമ്മുടെ കൊച്ചിനെ, ഏതെങ്കിലും ഒരു കൊച്ചിനെ ഈ നാട്ടുകാർ അച്ചായെന്ന് വിളിക്കുമോ? കൊച്ചയെന്നല്ലാണ്ട് വിളിക്കുകയല്ല. കാരണം എന്താണ്? ഈ സാമൂഹിക ആധിപത്യം, അതിനൊരു ആധിപത്യം എന്ന് വിളിക്കേണ്ട, ഒരു മേൽക്കോയ്മയോ മേധാവിത്വമോ എന്നൊന്നും വിളിക്കണമെന്നില്ല. അതിൻ്റെ ഒരു നിലവാരം അത് നമ്മൾ കൈമോശപ്പെടുത്തി. ഇതെങ്ങനെ കൈമോശപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ ഒക്കെ അടിയിൽ കിടക്കുന്നത് ഒരു ഡെമോഗ്രാഫിക് ഡിക്ലൈൻ ആണ്. ആൾബലം അങ്ങോട്ട് കുറഞ്ഞു. മക്കളില്ലാതാകുന്ന ആദ്യം കേമമായിട്ട് നമുക്ക് തോന്നി, വളർത്താൻ എളുപ്പമാണല്ലോ എന്ന് തോന്നി. കുറച്ച് പിള്ളേരോളം നമ്മൾ സൂപ്പറായിട്ട് വളർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇച്ചിരി ഉണ്ടായിരുന്നതിനെ വളർത്തിയപ്പോഴേ നമുക്ക് മനസ്സിലായത് ഈ പരിപാടി അത്ര ഓടിയല്ലാന്ന്. പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ ഇങ്ങനെ പാലക്കാട്ടേക്ക് വന്ന് നെഞ്ചും വെച്ച്, കാരണം അവർ ഇഷ്ടം പോലെ മക്കളുടെ ഇടയ്ക്ക് ഏറെ വന്നതാണ്. തല്ലുപിടിച്ച് നല്ല ശക്തിയിൽ എഴുന്നേറ്റ് വന്ന ഒരു തലമുറയായിരുന്നു. അതുപോലെയല്ല നമ്മുടെ പിള്ളേര്. അവർ അരക്ഷിതത്വ ബോധത്തിനകത്താണ് വളരുന്നത്. നമ്മുടെ കൂട്ടത്തിലൊരു പിള്ളേരിൻ്റെ ഒരു ചെറിയ 1% പോലും ബിസിനസ് ചെയ്യുന്നില്ല. എന്താ ബിസിനസ് ചെയ്യാത്തതിൻ്റെ കാരണം? ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, പകരം എന്താ സുരക്ഷിതത്വ ബോധം. എനിക്കൊന്നും പറ്റില്ല, എനിക്കൊരു കൈ നോക്കാം എന്നുള്ള ഫീലിംഗ് ആണത്. എന്ന് വെച്ചാൽ ബിസിനസിന്റെ പ്രത്യേകത, കിട്ടി അങ്ങ് കയറിപ്പോവും, പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ കയറിപ്പോവും, വല്ലപ്പോഴും എങ്ങാനും വീണെന്നും ഇരിക്കാം. അതുകൊണ്ട് ഈ സുരക്ഷിതത്വ ബോധമില്ലാത്ത തലമുറ എന്ത് ആലോചിക്കുന്നറിയാമോ? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു നഴ്സിംഗ് പഠിച്ച് വിദേശത്ത് പോയാൽ ശരാശരി 3 ലക്ഷം കിട്ടും. അതിനകത്ത് 2.25 ഗവൺമെൻറ് തട്ടിയെടുക്കും. ബാക്കി 20 നമുക്ക് പട്ടിണി ഇല്ലാണ്ട് അങ്ങ് പോകാമല്ലോ എന്ന് ചിന്തിക്കുന്നത് സുരക്ഷിതത്വ ബോധമില്ലാത്ത മക്കളാണ്. നമ്മുടെ മക്കൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരുപക്ഷെ ചിന്തിപ്പിക്കുന്നത് നമ്മൾ ഓർക്കണം. അതേസമയം സുരക്ഷിതത്വ ബോധമുള്ള തലമുറ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കൈ നോക്കാമെന്ന് വിചാരിക്കും. ഇതെങ്ങനെയാണ് ഈ സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത്? അതിന് കൂട്ടായ്മ എന്ന് പറയുന്ന കാര്യമാണ്. അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. കൂട്ടായ്മ എന്ന് പറഞ്ഞ കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒരു പള്ളിക്കൂടത്തിൽ ഒരു കൊച്ചിനെ 2 പേര് കൂടി തല്ലുവാന്ന് വിചാരിച്ചു. തല്ലുകൊണ്ടിട്ട് ഇവന് ഓടുവാണ്. മറ്റൊരു 2 കൂടെ പുറകെ നടന്നിട്ട് ഓടിച്ചിട്ട് തല്ലുക. അപ്പോൾ ഈ തല്ലുകൊള്ളുന്നവൻ ഇങ്ങനെ ഓടി ആ സ്കൂളിൻ്റെ വട്ടം ഇങ്ങനെ കറങ്ങി ആ മൂലയ്ക്ക് എത്തുമ്പോഴാണ് കാണണേ ഈ തല്ലുകൊള്ളുന്നവൻ്റെ ഒരു 3-4 കൂട്ടുകാർ അവിടെ വട്ടം കൂടുന്ന വർത്താനം പറയണം. ഇവനെന്ത് ചെയ്യും? ഇവൻ ഓടി അതിനകത്തോട്ട് കയറും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ തിരിഞ്ഞങ്ങ് നിൽക്കും, അല്ലേ? അതുവരെ ഓടിക്കൊണ്ടിരുന്നവനെ എന്താണ് തിരിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിച്ചത്? എൻ്റെ കൂടെ ആളുണ്ടെന്നുള്ള ബോധം. അത്രേ ഉള്ളൂ. ഇവന്മാരെല്ലാം കൂടെ ഒന്നും ഒരു പിടിയില്ല. ചിലപ്പോൾ അവന്മാരുടെ കൂടി ഓടിയെന്നിരിക്കും. പക്ഷെ എൻ്റെ കൂടെ ആളുണ്ടെന്ന് തോന്നിയപ്പം അവൻ തിരിഞ്ഞു നിന്നു.
നമ്മുടെ പിള്ളേർ വളരുന്നത് എൻ്റെ കൂടെ ആരുമില്ല എന്ന് പേടിച്ചിട്ടാണ്. നമ്മുടെ കൂടെ ആരുമില്ല, അപ്പുറത്തും ഇപ്പുറത്തും ആരുമില്ല. എങ്ങനെ വളരും? ഇനി എന്തുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാതെ പോകുന്നത്? കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടാണ്. ഈ കുഞ്ഞുങ്ങളുടെ എണ്ണവും ഐക്യവുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ട്. ഐക്യു ടെസ്റ്റ് പാലക്കാട് മുതൽ ധാരാളം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ബന്ധം? ഐക്യു എന്ന് പറഞ്ഞൊരു സെല്ലിൻ്റെ പ്രവൃത്തിയല്ല, ബ്രെയിൻ സെൽസിൻ്റെ പ്രവൃത്തിയല്ല, പകരം അതിന് ഇൻട്രാക്ഷനാണ്. നമ്മൾ പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറുപ്പത്തിൽ ഈ ബ്രിക്സ് ഒക്കെ മേടിച്ചു കൊടുക്കില്ലേ, അതിനോട് ഇൻട്രാക്ട് ചെയ്തവൻ്റെ ബ്രെയിൻ വളരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 പിള്ളേരുടെ ഒരു വീടും 2 പിള്ളേരുടെ വീട് ഓർത്തേ, ഇവർ കളിക്കാൻ പോവുകയാണ്. കളിക്കാൻ പോകുമ്പം ഇവരിങ്ങനെ ഈ വീട് പണിയത് കളിക്കുവാണ്. ഇതിലേത് വീടായിരിക്കും നല്ലത്? ഉറപ്പായിട്ടും ആ 10 പിള്ളേരുടെ വീട്ടിലെ അവരുണ്ടാക്കുന്ന കളിവീട് സൂപ്പറായിരിക്കും. കാരണം അത് ചെരിയുമ്പോൾ ഇവിടെ സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞ് അവരുടെ തലച്ചോറ് അവർ ഒരുമിച്ച് കൊണ്ടുവരും, അവരൊരുമിച്ച് പ്ലാൻ ചെയ്യും. അതിനിടയ്ക്കോടെ അവരറിയാതെ അവർ നല്ല കപ്പാസിറ്റിയുള്ള എഞ്ചിനീയേഴ്സ് ആയിട്ട് വളരും. 10 പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ, മൂത്തവൻ പഠിക്കുന്ന പാഠമൊക്കെ അതിന് മുന്നേ തന്നെ ചെറിയ പിള്ളേർ പഠിക്കും. മാത്രമല്ല, ചെറിയ പിള്ളേരെ വളർത്തി അത് പറഞ്ഞു കൊടുത്തിട്ട് ഈ മൂത്തവൻ അവന് പള്ളിക്കൂടത്തിൽ പഠിക്കാതെ പോയും കൂടി പഠിപ്പിച്ചിട്ട് പഠിക്കും. അങ്ങനെ ഇവർ വിദ്യാഭ്യാസത്തിൽ വളരും. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരമാണ്, അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ആധ്യാത്മിക ജീവിതത്തിന്റെ കാര്യം ആലോചിച്ചേ, 10 പിള്ളേരുടെ ഒരു വീട്ടിലാണോ പ്രാർത്ഥന മുടങ്ങിപ്പോവുക, അതോ 2 പിള്ളേരുടെ വീട്ടിലാണോ? ഉറപ്പായിട്ടും 2 പിള്ളേരുടെ വീട്ടിൽ പ്രാർത്ഥന മുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 10 ഉണ്ടെങ്കിൽ എങ്ങനെയും ആ കുടുംബത്തിൽ അത് നടക്കും. സകലമാന തകർച്ചയുടെയും കാരണം നമ്മുടെ സമുദായം ക്ഷയിച്ചു തുടങ്ങുന്നതാണ്. സമുദായം ക്ഷയിച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ ക്ഷയം ഉണ്ടാകും, പിടിച്ചു കയറാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ നിലവിളിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ആവശ്യത്തിന് വേണ്ടി ചോദിക്കുന്ന സമൂഹം എന്നതിൽ നിന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്ന സമൂഹമായിട്ട് മാറും. നമ്മളൊരു കരയണ സമൂഹമാകണോ അതോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്ന സമൂഹമാകണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യം എന്ന് പറയട്ടെ. ഒന്നാമത്തേത്, ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടാൻ പോകുന്ന ഒരു വിഷയം സാമുദായിക നേതൃത്വത്തെക്കുറിച്ചായിരിക്കും. അത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സമുദായ ശാക്തീകരണ വർഷമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഒത്തിരി പ്രാവശ്യം കേട്ടതാണ്, വർഷം പ്രഖ്യാപിക്കും, അച്ഛന്മാർ തന്നെയല്ല നയിക്കുന്നത്. അങ്ങനെ എപ്പോഴും കേൾക്കും അല്ലേ? ചിലപ്പോഴൊക്കെ അച്ഛന്മാരെല്ലാം കൂടി ഇനോഗ്രേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളൂ, അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം തോന്നുന്നു പാലക്കാട് രൂപത അപൂർവം 2-3 ഉടുപ്പിട്ട ആളുകളെ മാത്രം ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരെയും വേദിയിൽ കൊണ്ടുവന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയും നമ്മുടെ ദൗർബല്യവും പൗരോഹിത്യമാണെന്ന് പറയാൻ എനിക്ക് ആശങ്കയില്ല. ദൗർബല്യമെന്നും കൂടെ ഞാൻ പറയും. കാരണം എന്നറിയാമോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയിൽ അവർ നടത്തുന്ന ഒരു വിദ്യാലയത്തിനെതിരെയോ ഒരു ആശുപത്രിക്കെതിരെയോ ഒരു പരാതിയോ പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നെഗറ്റീവ് വാർത്ത ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു. അതിനടിയിലേക്ക് നിറച്ചെഴുതിയിടുന്നത് മുഴുവനും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും. അത് അവരായിരിക്കും എഴുതുന്നത്, അങ്ങനെയൊന്നും അല്ലാന്ന് വിട്ട്. ഇനി നമ്മുടേതാണെങ്കിലോ പറയണത് മുഴുവൻ നെഗറ്റീവ് കാര്യമായിരിക്കും. പറയണത് മുഴുവൻ ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും ഇത് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ പുറകിലൊരു വലിയ കാര്യമുണ്ട്. ഈ ഇസ്ലാമിനെ സംബന്ധിച്ചോ മറ്റൊരു സംബന്ധിച്ചോ അവർക്ക് പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അവരുടെ സ്ഥാപനങ്ങളെ അവർ കമ്മിറ്റി രൂപീകരിച്ച് അവർ നടത്തുന്നതാണ്. ഇന്ന് ഞാൻ അല്ലെങ്കിൽ നാളെ നീ അങ്ങനെ വരും. അതുകൊണ്ട് അവർക്ക് അവരുടേതാണെന്ന് തോന്നും. ഇനി നമ്മുടേതാണെങ്കിലോ അച്ഛന്മാർ നടത്തുന്ന പള്ളിക്കൂടം, ഞങ്ങൾ പോകുന്ന പള്ളിക്കൂടം, ഈ തരത്തിലേക്ക് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. സത്യത്തിൽ ഇതൊരു വലിയ പരാധീനതയാണ്. ഏറ്റവും ശക്തി ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് എൻ്റെ അർത്ഥം എന്നറിയാമോ? വെറുതെ ഒരാൾ നേതാവായി വരുന്നതിനേക്കാൾ എത്രയോ ശക്തമായ നേതൃത്വത്തിന്റെ സാധ്യതയാണ് പരിശുദ്ധ സഭയിലുള്ളത്. ഒരു വ്യക്തി തൻ്റെ തന്നെ ജീവിതം മാറ്റിവെച്ച് ആത്മാർപ്പണം നടത്തി 10-12 വർഷം അതിനുവേണ്ടി കുത്തിയിരുന്ന് ജീവിതം മാറ്റിവെച്ച ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിച്ചൊരുങ്ങിയിട്ട് നേതൃസ്ഥാനത്തേക്ക് വരിക, എന്നിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് നൽകപ്പെടുകയാണ്. ഇങ്ങനെ എവിടെയുണ്ട്? അത്രയും ശക്തമായ ഒരു നേതൃത്വത്തിന് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നും കൂടെ നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും ഈ ഒരു സെപ്പറേഷന്റെ ഫലമാണത്. ആത്മായ നേതൃത്വം വളരുക തന്നെ വേണം, പക്ഷേ അതോടൊപ്പം തന്നെ പൗരോഹിത്യ നേതൃത്വം കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. ഇത് രണ്ടിനെയും രണ്ടാക്കി കാണാനുള്ള ശ്രമമാണ് സമുദായത്തെ ക്ഷയിപ്പിക്കുന്നത്. ആത്മായ നേതൃത്വത്തിന് അതിൻ്റെ റോളുണ്ട്, പൗരോഹിത്യ നേതൃത്വത്തിന് അതിൻ്റെ റോളുണ്ട്. ഇത് രണ്ടോട് കൂടി സമന്വയിപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നമ്മളെ ആശങ്കപ്പെട്ട് നിലവിളിക്കാൻ മാത്രം വലിയ പ്രതിസന്ധികൾ നമുക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ലോകത്ത് മറ്റാർക്കുള്ളതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങളുണ്ട്. അത് സംഘടനാത്മക സംവിധാനമായാലും ആധ്യാത്മിക കെട്ടുറപ്പിൻ്റെ സംവിധാനമായാലും സ്ഥാപനങ്ങളായാലും തുടങ്ങി സകലതുമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്നതാണ്. നമുക്ക് വിദ്യാലയങ്ങളുണ്ട്. വിദ്യാലയങ്ങൾ അവ സഭാശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളും വേണ്ട വിധത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇതൊരു ആത്മവിമർശനം തന്നെയാണ്. നമ്മളങ്ങനെ ചെയ്യുന്നില്ലെന്നറിയാം. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്.
പക്ഷെ രസം എന്താണെന്നറിയാമോ? നമ്മൾ ഭയപ്പെടുന്നത് ഈ നാടിൻ്റെ നിയമവ്യവസ്ഥയല്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഒരു ന്യൂനപക്ഷ സമുദായത്തിന് തങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കാനും അത് പച്ചയായി പഠിപ്പിക്കാനും ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ നിയമപരമായ അവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയുണ്ട്. എന്താണ് പേടി? അഡ്മിഷനാണ് പേടി. അഡ്മിഷൻ കുറയും, അഡ്മിഷൻ വല്ലാണ്ട് കുറയും, നിലനിൽപ്പ് അവതാളത്തിലാകും. ഇതിൻ്റെയും കാരണം എവിടേക്ക് നീക്കും? നമ്മുടെ സമുദായത്തിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മളൊരു മജോറിറ്റി ആണെങ്കിൽ നമ്മളാരെയും പേടിക്കില്ല. പക്ഷേ ഉള്ള സംവിധാനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയാവതരണം പൂർത്തിയാക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ കേന്ദ്രം സാമുദായിക അവബോധമാണ്, കമ്മ്യൂണിറ്റി അവയർനെസ്. സമുദായം എന്ന് പറയുന്നത് ഒരു ആന്തരിക റിയാലിറ്റിയാണ്. എൻ്റെ സമുദായം എന്താണ്, അതിൻ്റെ പാരമ്പര്യം എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠമായ അസ്തിത്വം എവിടെയാണ് നിൽക്കുന്നത്, ഇത് നമ്മൾ നിരന്തരം പഠിപ്പിക്കണം. ഇസ്രായേലുകാർ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പെസഹ ആചരിക്കുമ്പം വീട്ടിലെ ഏറ്റവും ചെറിയ കൊച്ച് മൂത്തയാളോട് ചോദിക്കും, അപ്പ നമ്മൾ എന്തിനാ ഇത് ആചരിക്കുന്നത്? അപ്പോൾ അപ്പം പറയും, ഒരു കാലത്ത് നമ്മൾ അടിമകളായിരുന്നു, പിന്നീട് ദൈവം നമ്മെ നടത്തി, നമ്മെ സമൂഹമാക്കി. ഇത് നമ്മൾ നിരന്തരം പറയണം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശക്തമായി പറയാനുള്ള സമയമാണ് ഈ സമുദായ ശാക്തീകരണ വർഷം. ദൈവം നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ.